ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ ബ്രെഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ശ്രോതാക്കളായി നിങ്ങളെവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. വിശ്വാസികളുമായുള്ള ക്രിസ്തുവിൻ്റെ ബന്ധങ്ങൾ എന്ന വിഷയത്തിൽ 25ാമത്തെ റിലേഷൻ, ക്രൈസ്റ്റ് ആസ് ദി അഡ്വക്കേറ്റ് ദ റൈഷ്യസ്, നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ എന്ന വിഷയത്തിൽ വിശ്വാസികൾ എങ്ങനെയാണ് നീതിമാനായ യേശു ക്രിസ്തു കാര്യസ്ഥനായി അല്ലെങ്കിൽ ഒരു വക്കീലിനെ പോലെ, നിയമം അറിയുന്ന ഒരു വക്കീലിനെ പോലെ പ്രവർത്തിക്കുന്നത് എന്ന് ചിന്തിക്കുവാനാണ് ഈ വിഷയം നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഭൗതികമായ ജീവിതത്തിൽ ഒരു കോർട്ടിൽ ഒരു കക്ഷിയുടെ വക്കീൽ നിയമത്തിൻ്റെ ആഴങ്ങളും അതിൻ്റെ യഥാർത്ഥ മൂല്യം അറിയുന്ന ഒരു വക്കീലാണെങ്കിൽ തീർച്ചയായിട്ടും ആ കേസ് ആ കക്ഷിക്ക് അനുകൂലമായിട്ട് ജയിക്കാൻ സാധിക്കും. എന്നാൽ നിയമത്തിൻ്റെ യഥാർത്ഥ പൊരുൾ, അതിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കാത്ത ഒരു വക്കീലാണെങ്കിൽ ഈവൻ തൻ്റെ കക്ഷി നീതിമാനായിരുന്നാലും കുറ്റവിമുക്തനായിരുന്നാലും അവന് നിയമത്തിൻ്റെ നീതി ലഭിക്കാതെ വണ്ണം ശിക്ഷിക്കപ്പെട്ടു പോകും. ഇങ്ങനെയാണ് ക്രിസ്തീയ ഗോളത്തിൽ സമുദായങ്ങൾ നിലനിൽക്കുന്നത്. എന്നാൽ ഒരു വിശ്വാസിയിൽ ക്രിസ്തു വസിക്കുന്നത് നീതിമാനായ യേശു ക്രിസ്തു ഒരു കാര്യസ്ഥനായിട്ടാണ്, നിയമം അറിയുന്നവനായിട്ട്. തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, തൻ്റെ മനുഷ്യത്വത്തിലും തൻ്റെ ദൈവത്വത്തിലും നിയമത്തിൻ്റെ ആധികാരികത ശരിയായും അറിയുകയും തൻ്റെ മനുഷ്യ ജീവിതത്തിൽ അതിനെ പൂർണ്ണ പ്രാഗൽഭ്യത്തോടുകൂടെ അനുസരണമുള്ളവനായിട്ട് ജീവിച്ചു കാണിക്കുകയും മാതൃക കാണിക്കുകയും ചെയ്ത ഒരു കാര്യസ്ഥനായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ ഒരു കാര്യസ്ഥനാണ് വിശ്വാസികളിൽ വസിക്കുന്നത്. എന്നാൽ അവിശ്വാസികളിൽ അവരുടെ അവിവേക നിമിത്തം, ലാഘവത്വ നിമിത്തം അവരിൽ വസിക്കുന്നത് നീതിമാനായ ഒരു കാര്യസ്ഥനല്ല. അതുകൊണ്ട് തന്നെ ദൈവിക ഭരണകൂടത്തിൻ്റെ മുമ്പിൽ അവർ നിലനിൽക്കുമ്പോൾ അവരിൽ വസിക്കുന്നതായ കാര്യസ്ഥന് നിയമത്തിൻ്റെ ആഴങ്ങൾ, അതിൻ്റെ യഥാർത്ഥ പൊരുൾ അല്ലെങ്കിൽ അതിൻ്റെ മൂല്യം എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം, അല്ലെങ്കിൽ കുറച്ചുകൂടി പറയുകയാണെങ്കിൽ ഇൻറ്റഗ്രിറ്റി അറിയായക കൊണ്ട് അവർക്ക് വേണ്ടി ജയിക്കാൻ സാധ്യമല്ലാതെ വരും. ദൈവിക ഭരണകൂടം അവിടെ മേൽ ശിക്ഷ വിധിക്കും. ഇതേ വിഷയത്തിലേക്ക് നമുക്കൊന്ന് കടക്കുവാനായിട്ട് തക്കവണ്ണം യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളാണ് ചിന്തിക്കേണ്ടത്. ഞാൻ മലയാളത്തിൽ വായിക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മുടെ ഇതിന് മാത്രമല്ല സർവ്വലോകത്തിൻ്റെ പാപത്തിനും തന്നെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, നീതിമാനായ കാര്യസ്ഥനായ നീ ഞങ്ങളെ പ്രവസിച്ചുകൊണ്ട് ദൈവിക ഭരണത്തിന് കൂടെ മുമ്പിൽ നീ ഞങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തമായി തീർന്ന, പകരക്കാരനായി പ്രായശ്ചിത്തമായി തീർന്ന ഏക മെറിറ്റിനാൽ ഞങ്ങൾ നീതീകരിച്ചിരിക്കുന്ന നിൻ്റെ സ്നേഹത്തിനും വിശ്വസ്തതയ്ക്കുമായി സ്തോത്രം. നിൻ്റെ കൃപയിൽ കർത്താവ് ഈ വചനമടിയിൽ സംസാരിപ്പാനും കേൾക്കുന്നവർക്ക് നിൻ്റെ ആത്മാവിൽ ഗ്രഹിപ്പാനും അവർ ദൈവരാജ്യത്തിന് അവകാശികളായി നിന്നോടുകൂടെ ഒന്നായി ചേർന്ന് ദൈവത്തോട് നിരപ്പാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ക്രിസ്തീയ ഗോളത്തിൽ ഒരു പൊതുവായ തെറ്റിദ്ധാരണ, വിശ്വാസികളിലും സമുദായങ്ങളിലുമുള്ള ഒരു തെറ്റിദ്ധാരണയാണ് പിതാവായ ദൈവം അതിക്രൂരനായ ഒരു ദൈവമായിട്ട്, തെറ്റു ചെയ്യുന്നവരെ ഉടനെ ഗണ്ഡിച്ചു കളയുന്ന ഒരു ദൈവമായിട്ട് ചിത്രീകരിക്കുകയും യേശു ക്രിസ്തുവിനെ അതിൻ്റെ ഇടയ്ക്ക് തൻ്റെ പാപപരിഹാര ശുശ്രൂഷയാൽ തൻ്റെ പ്രായശ്ചിത്ത രക്തമായിട്ട് ഇൻ്റർസീഡ് ചെയ്യുന്നതുകൊണ്ട്, പക്ഷപാതം ചെയ്യുന്നതുകൊണ്ട് ശിക്ഷ വരുന്നില്ല എന്നൊരു ചിന്താഗതി പൊതുവേ ഉണ്ട്. എന്നാൽ അങ്ങനെയല്ല കാര്യം. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവ് ദൈവം ഐക്യത്തിൽ ഒന്ന് തന്നെയാണ്. പിതാവിന് പ്രത്യേകമായൊരു സ്വഭാവം, പുത്രന് വേറെ സ്വഭാവമില്ല. അങ്ങനെയാണെങ്കിൽ അത് ഐക്യത്തിൽ ഒന്നാവാൻ സാധ്യതയില്ല.
പല പല തെറ്റായ ധാരണകളെയും പല കൊഴുപ്പിക്കുന്ന പ്രസംഗങ്ങൾ സുവിശേഷത്തിൽ യേശു ക്രിസ്തുവിനെ ഉയർത്തി കാണിക്കും. പിതാവിനേക്കാൾ കൂടുതൽ കൃപയുള്ളവനായിട്ട് യേശു ക്രിസ്തുവിനെ ഉയർത്തി കാണിക്കുവാനൊക്കെ വേണമുള്ള ചില പ്രസംഗ ചാതുര്യങ്ങളാൽ വരുന്ന തെറ്റിദ്ധാരണകളാണ്. പിതാവായ ദൈവമാണ് പുത്രനെ മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി അയച്ചവൻ. ഹല്ലേലൂയ. തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിപ്പാൻ അവനെ നൽകുവാൻ തക്കോണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ഇതെല്ലാം നമുക്കറിയുന്ന കാര്യങ്ങളാണ്. ആ ഒരു വിഷയത്തിലേക്കല്ല ഞാൻ കടക്കുന്നത്. എന്നാൽ യേശു ക്രിസ്തു നീതിമാനായ കാര്യസ്ഥനായി ഒരു വിശ്വാസിയിൽ തന്നെ വിശ്വസിക്കുന്നവൻ്റെ കർത്താവായിട്ടും അവനിൽ വസിച്ചുകൊണ്ട് അവനെ പാപം ചെയ്യാതെ സൂക്ഷിക്കുന്ന ഒരു കാര്യസ്ഥനായിട്ട് യേശുവായിട്ട്, അഥവാ അവൻ പാപം ചെയ്തു പോയാൽ അവനെ രക്ഷിക്കുന്ന നീതിമാനായ ഒരു കാര്യസ്ഥനായിട്ട് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് വിവരിക്കാനാണ് ഈ സമയമെടുക്കുന്നത്. 1 യോഹന്നാൻ്റെ 1-ാം അധ്യായത്തെക്കുറിച്ചുകൊണ്ട് അതിൻ്റെ വിവരണങ്ങൾ കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് 2024 മെയ് മാസത്തിലാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. മെയ് മാസത്തിൽ തന്നെ കഴിഞ്ഞ 2-3 ആഴ്ചകളിലായിട്ട് 1-ാം അധ്യായത്തിൻ്റെ പൂർണ്ണ വിവരണങ്ങൾ വിവരിക്കുകയും അത് മെസ്സേജുകൾ ഡേറ്റ് അടക്കം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എന്താണ് അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം? ദൈവം വെളിച്ചമാകുന്നു, അവന് ഇരുട്ടൊട്ടുമില്ല. അവനോട് കൂടെ കൂട്ടായ്മയുണ്ടെങ്കിൽ, അവൻ വെളിച്ചത്തിൽ വസിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നെല്ലാം ആഴത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഇതിന് താഴെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ താഴെ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അത് കൂടെ കണ്ടു കഴിഞ്ഞാൽ ഈ 2-ാം അധ്യായത്തിലെ വിവരങ്ങൾ വളരെ ഈസി ആയിരിക്കും. 2-ാം അധ്യായത്തിൽ പറയുന്നത്, എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ. അപ്പോൾ ഓൾറെഡി നീതിമാന്മാരായിട്ട് ദൈവസ്ഥാനത്തിൽ റൈഷ്യസായി നിൽക്കുന്ന ഒരു ജനത്തിനാണ് ഈ 2-ാം അധ്യായം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. അപ്പോൾ 2-ാം അധ്യായത്തിൽ പ്രധാനപ്പെട്ടതായിട്ടും വിശദീകരിച്ചിരിക്കുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന് സഹോദര സ്നേഹം, സഹോദര പ്രീതി. ഒന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ലോകത്തിലുള്ള സ്നേഹം പാടില്ല, ഈ ലോകത്തിൻ്റെ സ്നേഹം ദൈവത്തിൻ്റെ ശത്രുത്വമാകുന്നു. 3-ാമത് പറഞ്ഞിരിക്കുന്നത് ആൻറ്റി ക്രൈസ്റ്റും ആൻറ്റി ക്രൈസ്റ്റിൽ കൂടെയുള്ളതായ ശുശ്രൂഷകളിൽ നിന്നുള്ള വേർപാട്, രക്ഷ. ഈ 3 കാര്യങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഈ 2-ാം അധ്യായത്തിൽ നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുമെന്ന് പറയുന്നത്. എന്നിട്ട് പറയാണ്, ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യം നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അതാണ് നമുക്ക് വിവരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ, പെന്തിക്കോസ്ത് ഗോളത്തിൽ തന്നെ ഈ 3 വിധത്തിലും ഏതെങ്കിലും ഒരു വിധത്തിലെങ്കിലും 1 2 അധിക പ്രാവശ്യം തെറ്റിപ്പോയിട്ടുള്ളവർ തന്നെയാണ് ഈ കേൾക്കുന്നവരിൽ അധികമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സഹോദര പ്രീതിയില എന്ന് പറഞ്ഞാൽ സഹോദരന് വേണ്ടി, സ്നേഹിതന് വേണ്ടി ജീവനെ വെച്ച് കൊടുക്കുന്നതിന് തുല്യമായ സ്നേഹം. അതിൽ അല്പം കുറഞ്ഞാൽ പിന്നെ അത് സഹോദര സ്നേഹമല്ല. മറ്റൊന്ന് പറയുന്നത് ഈ ലോകത്തിനോടുള്ള സ്നേഹം, ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. ഈ വക ഒന്നും പിതാവായ ദൈവത്തിൽ നിന്നുള്ളതല്ല, ലോകത്തിൽ നിന്നുള്ളത് അത്രേ. അതിലും അല്പമായിട്ട് എവിടെയെങ്കിലും വഴുതി പോയിട്ടുണ്ട്. 3-ാമത് പറയുന്നത് ആൻറ്റി ക്രൈസ്റ്റിനെ കുറിച്ച് പറയുന്നു. ആൻറ്റി ക്രൈസ്റ്റിൻ്റെ നിയുക്തരാൽ വരുന്ന മറ്റ് ശുശ്രൂഷകൾ അനുഭവിച്ചവർ, ശുശ്രൂഷ ചെയ്യുന്നവർ, ഇതൊക്കെ ആസ്പദമാക്കിയിട്ടാണ് പറയുന്നത് നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ. എന്നിട്ട് പറയുകയാണ്, ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ പിതാവിൻ്റെ അടുക്കൽ നമുക്കുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിയമത്തിൻ്റെ ആഴങ്ങളും നിയമത്തിൻ്റെ ഇൻറ്റഗ്രിറ്റി, മൂല്യം, ധാർമ്മികത എന്തെന്ന് ശരിക്കും മനസ്സിലാക്കുന്ന ഒരു വക്കീൽ തൻ്റെ കക്ഷിക്ക് വേണ്ടി വാദിക്കുകയാണെങ്കിൽ തൻ്റെ കക്ഷിക്ക് ജയം കൊടുക്കാനും വക്കീലിന് സാധിക്കും. എന്നാൽ ഇത് അറിയാത്ത ഒരു വക്കീലാണ് തൻ്റെ കക്ഷിക്ക് വേണ്ടി വാദിക്കുന്നെങ്കിൽ ഒരു പക്ഷേ കക്ഷി നിരപരാധിയായിരിക്കാം, നിയമത്തിൻ്റെ ജസ്റ്റിസ് ലഭിക്കേണ്ടവനായിരിക്കാം, കുറ്റവിമുക്തനായിരിക്കേണ്ടവനായിരിക്കാം. പക്ഷേ നിയമം അറിയാത്തവനായി വക്കീലായിരിക്കുന്നതുകൊണ്ട് കക്ഷിക്ക് ലഭിക്കേണ്ട ആനുകൂല്യം ലഭിക്കാതെ പോകുന്നു. ഇങ്ങനെയാണ് സമുദായങ്ങളിലുള്ള ഏതൊരു വ്യക്തിയും. എന്നോട് വാദിച്ചിട്ടൊന്നും കാര്യമില്ല, സത്യവചനം നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. വാദിക്കുന്നത് കൊണ്ടോ സത്യം ഉപദേശിക്കുന്നു, അത് ഏത് കാലത്തും അങ്ങനെ തന്നെയുള്ള പഴയ നിയമത്തിലെ പ്രവാചകന്മാർക്കും
മോശയ്ക്കും യേശു ക്രിസ്തുവിനും അപ്പസ്തോലന്മാർക്കും കിട്ടിയിട്ടുള്ളത് കല്ലേറ് തന്നെയാണ്. ഇതെല്ലാം കല്ലേറ് കൊള്ളുവാൻ നല്ല ധൈര്യത്തോടും നല്ല സന്തോഷത്തോടും കൂടിയാണ് ഇതെല്ലാം അവതരിപ്പിക്കുന്നത്. കാരണം ഇതെല്ലാം വലിയ പ്രതിഫലങ്ങളായിട്ടാണ് ദൈവം മുമ്പിൽ ഞങ്ങൾക്ക് കണക്കിടുന്നത്. അതുകൊണ്ടെല്ലാം ഇതിലൊക്കെ വളരെ സന്തോഷത്തോടു കൂടിയാണ് കമൻറ്റ് ബോക്സിൽ വരുന്ന കല്ലേറുകൾ, കമൻറ്റ് ബോക്സിൽ വരുന്നതായിട്ടുള്ള, സാധാരണ അത് വന്നിട്ടില്ല, കുറച്ച് പേരൊക്കെ വന്നിട്ടുള്ളൂ, അതെല്ലാം വളരെ സന്തോഷത്തോടെ കൈക്കൊള്ളാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഞാൻ വീണ്ടും പറയുന്നു, നീതിമാനല്ലാത്തൊരു കാര്യസ്ഥൻ, നിയമത്തിൻ്റെ ആഴങ്ങൾ അറിയാത്തൊരു കാര്യസ്ഥൻ ആരിൽ കർത്തൃത്വം നടത്തിയാലും അവൻ നിരപരാധി ആയിരുന്നാൽ തന്നെയും ദൈവ ഭരണകൂടത്തിൽ നിന്ന് ലഭിക്കേണ്ടതായ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ സാധ്യമല്ല. എന്നാൽ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമുണ്ട്. ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത് മോശയുടെ സമാപന കൂടാരത്തിൽ ദൈവം ആദ്യമായിട്ട് നിർമ്മിക്കാൻ പറഞ്ഞത് നിയമപ്പെട്ടകമാണ്. ആ നിയമപ്പെട്ടകത്തെ കവർ ചെയ്യുന്നതായ കൃപാസനമാണ് അതിൻ്റെ മുമ്പിൽ കാണുന്നത്. ആ കൃപാസനത്തോട് ചേർന്ന് 2 കെരൂബുകൾ. നിയമപ്പെട്ടകത്തെ ഒരു പ്രാവശ്യം അതിനകത്ത് ദൈവ സ്വന്തം വിരൽ കൊണ്ട് എഴുതി കൊടുത്തതായ കൽപ്പനകൾ വെച്ച് കഴിഞ്ഞാൽ ആ പെട്ടകത്തെ തൊടുവാൻ ഒരു വ്യക്തിക്ക് പോലും സാധ്യമല്ല. ഹല്ലേലൂയ. അതിനാണ് തണ്ടുകൾ അത് വെച്ച് ഉലർത്തിയിരിക്കുന്നത്. ആ തണ്ടുകൾ അതിൽ നിന്ന് ഊരുവാനേ പാടില്ല. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ നിയമത്തെ മാറ്റുവാൻ ഈവൻ ദൈവത്തിന് പോലും സാധ്യമല്ല. ഈ മോറൽ ലോ എന്ന് പറഞ്ഞ ദൈവിക ഭരണകൂടം നിൽക്കുന്നത് മോറൽ ലോയിലാണ്. മോറൽ ലോയുടെ യാതൊരുവിധ കാര്യങ്ങളും മാറ്റുവാൻ ദൈവത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്ക് പോലും സാധ്യമല്ല. അതിനെ ലഘുവാക്കാനും സാധ്യമല്ല. സ്തോത്രം. പലരും ചിന്തിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ആർബിട്രറി വില്ലിൽ എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ സ്വേച്ഛാധികാരത്തിലാണ് ദൈവരാജ്യം നിലനിൽക്കുന്നതെന്നാണ്. അങ്ങനെയല്ല. മാറ്റമില്ലാത്ത ദൈവരാജ്യത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, മാറ്റമില്ലാത്ത നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവരാജ്യം നിലനിൽക്കുന്നത്. ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ പാപം ചെയ്തതായ മനുഷ്യൻ്റെ മേൽ ദൈവിക ഭരണകൂടം, അതാണ് ഈ നിയമപ്പെട്ടകത്തെ കാണിക്കുന്നത്. ദൈവം സ്വന്തം വിരൽ കൊണ്ട് എഴുതി വെച്ചതായിരിക്കുന്ന നിയമപ്പെട്ടകത്തെ കാണിക്കുന്നത് ദൈവിക ഭരണകൂടത്തിൻ്റെ ലോ പാപം ചെയ്ത ഏതൊരു വ്യക്തിയുടെ മേലും നിത്യമായ മരണശിക്ഷ വിധിക്കും. പാപം ചെയ്യുന്ന ദേഹി മരിക്കണം. എന്നാൽ അതേ അളവിൽ തന്നെയാണ് കൃപാസനത്തെ ഉണ്ടാക്കിയിരിക്കുന്നത്. കൃപാസനം റെപ്രസെൻ്റ് ചെയ്യുന്നത് യേശു ക്രിസ്തുവിനെയാണ്. തൻ്റെ പാപപരിഹാര ശുശ്രൂഷയിൽ കൂടെ ദൈവിക ഭരണകൂടത്തിൻ്റെ നിയമം വിധിക്കുന്നതായ ശിക്ഷ ആ കൃപാസനം അതേ അളവിൽ നിയമപ്പെട്ടകത്തിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നുണ്ട്. അതിനെ കവർ ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെ മനസ്സിലാക്കിയിട്ടാണ് ദാവീദ് 32-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. എന്ന് പറഞ്ഞാൽ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥനെ ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് തൻ്റെ സിംഹാസനം വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ സ്ഥാപിച്ച് തൻ്റെ രാജ്യത്തിൻ്റെ ചെങ്കോല് തന്നിൽ കൂടെയും സ്വർഗത്തിലും ഭൂമിയിലും വസിക്കുന്നവനായ യേശു ക്രിസ്തു സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവനായി വാഴുന്നത് പോലെ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിലും സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവനായി അവനിൽ കൂടെയും സ്വർഗത്തിലും ഭൂമിയിലും ഭരണം നടത്തുന്ന വിഷയമാണ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നത്. കേൾക്കുന്നവർ ഇങ്ങനൊരു വിശ്വാസത്തിലാണോ ക്രിസ്തുവിനെ സ്വീകരിച്ചിരിക്കുന്നത് അല്ലയോ എന്ന് അവനവന് തന്നെ വളരെ വ്യക്തമായിട്ട് അറിയാം. ഇതിനകത്തൊരു പ്രത്യേകമായിട്ടുള്ള വിശകലനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഏതൊരു മനുഷ്യനും അവൻ്റെ ഇൻ്റലക്റ്റിൽ അവൻ്റെ കോൺഷ്യൻസിനകത്ത് അറിയാം അവൻ പാപം ചെയ്തിട്ടുണ്ടെന്ന്. ഈ ദൈവിക ഭരണകൂടത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ മാത്രമായിരുന്നു മോശയുടെ സമാഗമന കൂടാരത്തിലെ നിയമപ്പെട്ടകവും കൃപാസനം എന്ന് പറയുന്നത്. നിയമപ്പെട്ടകം, ഞാൻ വീണ്ടും പറയുന്നു, പാപം ചെയ്ത് ഏതൊരു മനുഷ്യൻ്റെ മേലും നിത്യമായ മരണശിക്ഷ വിധിക്കുമ്പോൾ യേശു ക്രിസ്തു റെപ്രസെൻ്റ് ചെയ്യുന്നതായിട്ടുള്ള കൃപാസനം ആ ശിക്ഷയെ മറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പാപം ചെയ്തിരിക്കുന്ന ആ ശിക്ഷയെ മറച്ച് കിട്ടണമെങ്കിൽ ക്രിസ്തു നിങ്ങൾക്കൊരു മറവായിരിക്കണം. ഇതിനാണ് യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിക്കുന്നത്. വാഴുവാൻ സ്വീകരിച്ചിട്ട് അവനൊരു മിഥ്യ പൂജ അല്ല, ഒരു സ്റ്റോറി അല്ല, ഒരു തിയറി അല്ല, ജീവനുള്ള ദൈവമാണ്, ജീവനുള്ള ഏക സത്യ ദൈവമാണ്. അവൻ നിങ്ങളിൽ വസിച്ച് നിങ്ങളെ പാപം ചെയ്യാതെ സൂക്ഷിക്കണം. എന്നിട്ട് പറയുകയാണ്, അഥവാ എപ്പോഴെങ്കിലും നിങ്ങൾ വസിക്കുന്നതായി ക്രിസ്തുവിൻ്റെ ആത്മാവിനെ ഓവർകം ചെയ്ത് പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ, വക്കീൽ,
നിയമത്തിൻ്റെ സ്പിരിച്വൽ മീനിങ്ങും ലിറ്ററൽ മീനിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കി ദൈവത്തിൻ്റെ സ്പിരിച്വൽ ദൈവത്തിൻ്റെ ലോയുടെ സ്പിരിച്വൽ മീനിങ്ങിന് പാപപരിഹാര ശുശ്രൂഷയിൽ കൂടെ ഫുൾ സാറ്റിസ്ഫാക്ഷൻ കൊടുത്തതായ ക്രിസ്തുവിൽ നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ ദൈവിക ഭരണകൂടത്തിൻ്റെ മുമ്പിൽ യേശു ക്രിസ്തു നിങ്ങൾക്ക് കാര്യസ്ഥനാണ്. ഇതാണ് ഹെബ്രായ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ കൂടെ ഞാൻ ആ വാക്യം എടുത്ത് വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഹീബ്രു 7-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ കൂടെ അപ്പോസ്തലൻ വിവരിക്കുന്നത്, അതുകൊണ്ട് താൻ മുഖാന്തരമായ ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിച്ചിരിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനാകുന്നു. ഇവിടെ ഈ കൃപാസനത്തിൻ്റെ ചിത്രം ഞാൻ കാണിച്ചിരിക്കുന്നത്, സ്തോത്രം, നിയമപ്പെട്ടകത്തിൻ്റെ അതേ അളവിൽ 2.5 മുഴം നീളവും 1.5 മുഴം വീതിയും അതേ അളവിൽ കൃപാസനത്തെ മുഴുവനും കവർ ചെയ്യുകയാണ്. അല്പമായിട്ട് എവിടെയെങ്കിലും ഒന്ന് കൃപാസനത്ത് മാറ്റിക്കൊണ്ടല്ല വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അല്പമായിട്ട് ക്രിസ്തുവിൽ ഒന്ന് മാറി നിന്ന് തനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്കൊക്കെയും ക്രിസ്തുവിൽ ആശ്രയിക്കുകയും തനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ അല്പമായിട്ട് ലോകത്തിലേക്ക്, തൻ്റെ ഹൃദയം ലോകത്തിലേക്ക്, അല്പം ലോകത്തിലേക്കും അല്പം ക്രിസ്തുവിലും എന്നുള്ള പരിപാടിയല്ല. നിയമപ്പെട്ടകത്തെ പൂർണ്ണമായും മറയ്ക്കുന്നുവെങ്കിൽ ശിക്ഷയില്ല. ഞാൻ 2 ഉദാഹരണങ്ങൾ പറയാം. ഒന്ന്, ഊസയുടെ വിഷയം. വളരെ സന്തോഷത്തോടു കൂടിയും വളരെ പരമാർത്ഥ ഹൃദയത്തോടും കൂടിയാണ് ദാവീദ് ദൈവത്തിൻ്റെ പെട്ടകത്തെ കൊണ്ടുവരുന്നത്. കാളവണ്ടിയിൽ കൊണ്ടുവന്നത് കൊണ്ടല്ല ശിക്ഷ അനുഭവിച്ചത്. കാള വിരണ്ടപ്പോൾ ഉസ പെട്ടകത്തിൽ കയറി പിടിച്ചു. ആ പെട്ടകത്തിൽ കയറി പിടിച്ചത് കൊണ്ടാണ് ഊസ ഛേദിക്കപ്പെട്ടത്. ഹല്ലേലൂയ. നല്ല മനസ്സോടു കൂടെ തന്നെയായിരുന്നു ഊസ പിടിച്ചത്. കാരണം ദൈവത്തിൻ്റെ പെട്ടകം വീണു പോകരുത്. പക്ഷേ ദൈവത്തിൽ അത്രമാത്രം ഷാർപ്പാണ് ദൈവത്തിൻ്റെ ലോ എന്ന് പറയുന്നത്. പ്രസംഗങ്ങൾ പലപ്പോഴും നമ്മൾ കാളവണ്ടിയിൽ വെച്ച് പെട്ടകം പുരോഹിതന്മാരുടെ ചുമലിൽ ചുമക്കേണ്ടതായിരുന്നു, എന്നാൽ കാളവണ്ടിയിൽ വെച്ച് കൊണ്ടുവന്നത് കൊണ്ട് ശിക്ഷിച്ചു. അങ്ങനെയാണെങ്കിൽ കാളവണ്ടിയിൽ വച്ചിക്കുന്ന സമയത്ത് ശിക്ഷിക്കേണ്ടതായിരുന്നു. അപ്പോഴല്ല ശിക്ഷിച്ചത്. ഊസ പെട്ടകത്തിൽ കയറി പിടിച്ചപ്പോഴാണ് ശിക്ഷ വരുന്നത്. എന്നാൽ അത് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം, ദൈവ ഉപദേശത്തിൽ യാതൊരു വ്യക്തികൾക്കും ഡീവിയേഷൻ വരുത്തുവാൻ അധികാരമില്ല. മറ്റൊരു വിഷയം നമുക്ക് പറയാനുള്ളത്, ഏലിയുടെ കാലത്ത് ഫെലിസ്ത്യർ പെട്ടകം പിടിച്ചു കൊണ്ടുപോയി. പെട്ടകം പിടിച്ചു കൊണ്ടുപോയതിനു ശേഷം ദൈവം ഫെലിസ്ത്യരെ ബാധിച്ചു. ഫെലിസ്ത്യരുടെ ദേവനമായ ദാഹവും പെട്ടകത്തിൻ്റെ മുമ്പിൽ വീണു, പിടിച്ച് നിവർത്തി വെച്ചു, പിന്നെയും വീണു. പിന്നെ ഫെലിസ്ത്യ പ്രഭുക്കന്മാരെല്ലാവരും കൂടി ചെയ്ത് പ്രശ്നക്കാരെ വെച്ച് അവർ പ്രശ്നം വെച്ച് കാര്യം മനസ്സിലാക്കി പെട്ടകത്തിൻ്റെ വിഷയമാണെന്ന്. പെട്ടകം തിരിച്ച് ഇസ്രായേലിലേക്ക് കൊടുത്തു വിടുന്നതൊക്കെ പ്ലാൻ ചെയ്തു. തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ബേത് ഷെമേശ്വരിൽ പെട്ടകം കൊണ്ടുവന്നു. അവിടെ ആ ഭാഗം ഒന്ന് അല്പമായിട്ട് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത്രയധികമുണ്ട്. 1 ശമൂവേൽ പുസ്തകത്തിൻ്റെ 5-ാം അധ്യായം 6-ാം അധ്യായത്തിലാണ് ഇത് വിവരിക്കുന്നത്. 6-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം ഞാനൊന്ന് വായിക്കുകയാണ്. ബേത് ഷെമേശ്യർ യഹോവയുടെ പെട്ടകത്തിൽ നോക്കുക കൊണ്ട് അവൻ അവരെ സംഹരിച്ചു. അവൻ ജനത്തിൽ 50,070 പേരെ സംഹരിച്ചു. ഇങ്ങനെ യഹോവ ജനത്തിൽ ഒരു മഹാസംഹാരം ചെയ്തുകൊണ്ട് ജനം വിലപിച്ചു. ഇവരും വലിയ സന്തോഷത്തോടു കൂടിയാണ്. കാരണം ദൈവത്തിൻ്റെ പെട്ടകമാണ് ഇസ്രായേലിൻ്റെ വലിയ ബലമായിരുന്നത്. അവരെല്ലാം യുദ്ധങ്ങൾക്ക് പോകുമ്പോഴും പെട്ടകം കൊണ്ടുപോകും. നിങ്ങൾക്കറിയാൻ സാധിക്കും യെരിഹോയുടെ മുമ്പിൽ പെട്ടകത്തിൻ്റെ വിഷയം. അപ്പോൾ വലിയ ധൈര്യമായിരുന്നു. പക്ഷേ പെട്ടകത്തിലെ വചനമനുസരിച്ച് നടക്കാതിരുന്നപ്പോൾ ദൈവം തന്നെ പെട്ടകത്തെ അടക്കം ഏൽപ്പിച്ചു കൊടുത്തു. എന്നാൽ പെട്ടകത്തിൻ്റെ മൂല്യം മാറിയില്ല. ഫെലിസ്ത്യരുടെ ദേശത്ത് വന്നപ്പോൾ അത് അവർക്കൊരു ബാധയായി തീർന്നു. അവർക്ക് വേഗം കാര്യം മനസ്സിലായി, തിരിച്ചുവിട്ടു. വലിയ സന്തോഷത്തോടു കൂടിയാണ് ബേത് ഷെമേശ്യർ പെട്ടകം തിരിച്ചു കിട്ടിയ സന്തോഷത്തോടെ സ്വീകരിച്ചത്. പക്ഷേ പെട്ടകത്തിലേക്ക് നോക്കുക കൊണ്ട്, പുറമെ നോക്കിയതല്ല, അകത്ത് ഇത് കൊടുത്തുവിട്ട് പോലെ പെട്ടകത്തെ കൽപ്പകളെല്ലാം ഉണ്ടോ എന്ന് നോക്കുവാൻ തൊക്കെ വേണം. നോക്കുക കൊണ്ട് 50,070 പേരെ ദൈവം സംഹരിച്ചത്. ഇന്ന് മോഡേൺ വാറുകളിൽ പോലും ഇപ്പോൾ ഏകദേശം 7 മാസമായിട്ട് ഇസ്രായേൽ ഹമാസ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. കള്ളമായിട്ടാണെങ്കിലും തന്നെ ഫലസ്തീൻസ് കളിച്ചത് ഏകദേശം 35,000 പേരെയാണ് ഇതുവരെയും കൊന്നെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേൽ യുദ്ധത്തിലും മരിച്ചെന്ന് പറഞ്ഞിരിക്കുന്നത്.
മോഡേൺ വാറുകളിൽ പോലും 7 മാസം യുദ്ധം ചെയ്തിട്ട് 35,000 പേര് മരിച്ചിട്ടുള്ളൂ. പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് ചില മണിക്കൂറുകൾക്കുള്ളിൽ 50,070 പേരെയാണ് ദൈവം സംഹരിച്ച് കളഞ്ഞത്. അതായത് ദൈവവചനത്തിൻ്റെ ഉപദേശത്തിൻ്റെ ഗാംഭീര്യത, അതിൻ്റെ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത്, ധാർമ്മിക എന്ന് പറയുന്നത് ഒരു മതത്തിനോ ഒരു സംഘടനയ്ക്കോ ഒരു ഡിനോമിനേഷനോ ചേഞ്ച് ചെയ്യുവാനുള്ളതല്ല. അങ്ങനെ ചേഞ്ച് ചെയ്യുന്നവരുടെ മുമ്പിൽ ഈ ഊസയ്ക്ക് സംഭവിച്ചതും ഈ ബേത്ശമെശർക്കും സംഭവിച്ചു തന്നെയാണ് സംഭവിക്കുന്നത്. ഇവിടെ ക്രിസ്തു പ്രായശ്ചിത്തമാകുന്നില്ല, നീതിമാനായ കാര്യസ്ഥനായിട്ടല്ല പ്രവർത്തിക്കുന്നത്. പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ മുമ്പിൽ യേശു ക്രിസ്തു പ്രായശ്ചിത്തമായി തൻ്റെ രക്തമായിട്ട് നിൽക്കുന്നത് കൊണ്ട് പക്ഷപാതം ചെയ്യുന്നതുകൊണ്ട് ക്ഷമിച്ച് കിട്ടുന്ന ഒന്നല്ല. കുഞ്ഞാടിൻ്റെ ക്രോധം ആർക്ക് സഹിക്കാൻ സാധിക്കും? ഇതൊന്നും മനസ്സിലാക്കിയാൽ വളരെ നല്ലതാണ്. ഈ അർത്ഥത്തിലാണ് ഈ 2 ഡിഫറൻസ് ഞാൻ പറഞ്ഞു തരുന്നത്. ക്രിസ്തുവിനെ ധരിക്കുന്നവർ, നിയമം വിശ്വാസിയുടെ മേലായാലും അവിശ്വാസിയുടെ മേലായിരുന്നാലും എപ്പോഴും നിത്യമായ മരണശിക്ഷയാണ് വിധിക്കുന്നത്. ഞാനിത് പല ക്ലാസ്സുകളിൽ കൂടെയും പല രീതിയിലൊക്കെയും ജനത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആ പെട്ടകത്തെ കൃപാസനം ഫുള്ളായിട്ട് കവർ ചെയ്യുന്നത് പോലെ ഒരു വിശ്വാസിയെ ക്രിസ്തു ഫുള്ളായിട്ട് കവർ ചെയ്യണമെങ്കിൽ അവന് ക്രിസ്തുവിനെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിച്ച് അവനുമായിട്ട് അനുസരണത്തിൽ ഒന്നായാൽ മാത്രമേ നീതിമാനായ യേശു ക്രിസ്തു അവർക്ക് കാര്യസ്ഥനാകുന്നുള്ളൂ. ഇതിനെല്ലാം 1 യോഹന്നാൻ 1 അധ്യായത്തിൽ വളരെ ഡീറ്റെയിൽഡായിട്ട് വിവരിച്ചതിന് ശേഷമാണ് യോഹന്നാൻ പറയുന്നത്, കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. എന്നിട്ടും ഒരുവൻ ഇമോഷനിലോ പെട്ടെന്നൊരു സ്ലിപ്പ് സംഭവിച്ച് പാപം ചെയ്താൽ എങ്ങനെയാണ് നീതിമാനായ കാര്യസ്ഥ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ആ പാപം ചെയ്യപ്പെട്ട വ്യക്തി ഉടനെ തന്നെ റിപ്പൻറ്റ് ചെയ്ത്, ഹൃദയപൂർവ്വം അവൻ്റെ തെറ്റിനെ മനസ്സിലാക്കി റിപ്പൻറ്റ് ചെയ്ത് ക്രിസ്തുവിനാൽ മറയപ്പെട്ടാൽ യേശു ക്രിസ്തു അവന് നീതിമാനായ കാര്യസ്ഥനാകും. അല്ലെങ്കിൽ യേശു ക്രിസ്തു തന്നെ അവന് ശിക്ഷ വിധിക്കുന്നവനായി തീരും. ഒരു വിശ്വാസിയായതുകൊണ്ട് ആദ്യം ബാലശിക്ഷ കൊടുക്കും. എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ ഞാൻ അതിക്രൂരമായ ബാലശിക്ഷകൾ കൊടുക്കുന്നത് കണ്ടിട്ടുള്ളതാണ്. അതിക്രൂരമായ, കനിവില്ലാതെ. അവിടെ ഇംഗ്ലീഷിൽ എബ്രായ ലേഖനം 12 അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് സ്കോർജ് ചെയ്യുക എന്നുള്ളതാണ്. തല്ലിച്ചതയ്ക്കും. എന്തിനാ? തൻ്റെ ദിവ്യത്വം പ്രാപിപ്പാൻ, തൻ്റെ തേജസ് പ്രാപിപ്പാൻ. പിതാവ് മകനെ, കൗലയുടെ പുത്രന്മാർ തല്ലുന്നില്ല. അതുകൊണ്ട് പല കൗലയുടെ പുത്രന്മാർക്കൊന്നും സംഭവിക്കുന്നില്ലല്ലോ ചിന്തിച്ചു പോകുക. ഒരു കൗലയുടെ പുത്രന്മാരാ. ഇപ്പം ലോകപ്രസിദ്ധനായ ഒരു കൗലയുടെ പുത്രൻ്റെ ആക്സിഡൻറ്റും മരണവും ഒക്കെ നമ്മളിവിടെ കണ്ടതാ. ഞാൻ പേര് പറയുന്നില്ല. ലോകത്തിലെല്ലായിടത്തും തന്നെ സുവിശേഷം അറിയിച്ച പല വ്യക്തികളും, അതിൽ പ്രധാന വ്യക്തിയാണ് കഴിഞ്ഞ നാളുകൾ അമേരിക്കയിൽ കാർ ആക്സിഡൻറ്റിൽ മരിക്കാൻ കാരണമായി തീർന്നത്. വലിയ ആർഭാടമായിട്ടുള്ള അടക്കവും ശുശ്രൂഷകളൊക്കെ കൊടുത്തു. വലിയ വലിയ സ്ഥാപനങ്ങൾക്കും വലിയ കാര്യങ്ങൾക്കും ഉടമയായി. പക്ഷേ കൗലയുടെ പുത്രനായി തീർന്നു. പുത്രത്തിൽ വന്നതൊക്കെയാണ് സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട്. പക്ഷേ അവിടെ യേശു ക്രിസ്തു നീതിമാനായ കാര്യസ്ഥനല്ലായ. നീതിമാൻ്റെ മരണം നിദ്ര പോലെയാണ്. ഇതെല്ലാം നമ്മുടെ മുമ്പിൽ, കൺമുമ്പിൽ വളരെ വളരെ അടുത്തടുത്ത അടയാളങ്ങൾ കാണിച്ചു തരുന്നതിനാണെന്നറിയാമോ? ക്രിസ്തുവിൽ വസിക്കുക. ഇതെല്ലാം പറഞ്ഞിട്ടാണ് കർത്താവ് പറയുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15 അധ്യായത്തിൽ ഞാൻ കുറച്ചൊന്ന് വായിച്ചിട്ട് നമുക്ക് ഈ എപ്പിസോഡിൽ നിന്ന് വിരമിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15 അധ്യായം നിങ്ങൾക്ക് ഏവർക്കും അറിയുന്നത് തന്നെയാണ്. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തിവെടുപ്പാക്കുന്നു. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട വിഷയമാണ്. ഞാനിതിൻ്റെ നേരിട്ട് 5 അധ്യായത്തിൽ പോകുകയാണ്. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവന് വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. ഒരു കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിച്ച് അതിൽ നിന്ന് കിട്ടുന്നതായ ന്യൂട്രീഷ്യൻസിൽ കൊണ്ട് ഫലം കായ്ക്കുന്നത് പോലെ ഒരുവൻ ക്രിസ്തുവിൽ വസിച്ചാൽ മാത്രമേ ദൈവഹിതപ്രകാരമുള്ള ഫലം കായ്ക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഫലം എന്താണെന്നും ശരിക്കും മനസ്സിലാക്കാത്തതുകൊണ്ടാണ് മനുഷ്യർ ശ്വാസഗോളത്തിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിരണ്ടു ഓടിക്കിടന്ന് പല വിധത്തിലും ദൈവത്തിന് പ്രസാദമായി തീരുമെന്ന വിധത്തിലൊക്കെ ഫലം കായ്ക്കാൻ പോകുന്നത്. ഫലം കായ്ക്കുക എന്ന് പറയുന്നത് നിന്നെ തന്നെ ക്രിസ്തുവിനോട് അനുരൂപരാക്കി തീർക്കുക ആദ്യമേ. എന്നിട്ട് ദൈവം നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നവരെ അനുരൂപരാക്കി തീർക്കുക. പുത്രനോട് സദൃശ്യന്മാരാക്കി തീർക്കുക. ക്രിസ്തു എന്ന തലയോളം വളരുക.
ദൈവത്തിൻ്റെ സകല നിറവോളം നിറഞ്ഞു വരിക. ഇതിന് അകത്തുണ്ടാകുന്ന പ്രോഗ്രസ്സിനെയാണ് പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത്. ഈ ലോകത്തിലെ നന്മകൾക്കുള്ള പ്രോസ്പെരിറ്റി അല്ല പ്രോസ്പെരിറ്റി. ക്രിസ്തു എന്ന തലയോളം വളരുന്നതിൽ, പുത്രനോട് അനുരൂപരായിത്തീരുന്നതിൻ്റെ വളർച്ചയിൽ, കൃപമേ കൃപ പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നതിൻ്റെ വളർച്ചയിലാണ് പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത്. ഞാൻ പല ക്ലാസ്സുകളിൽ കൂടെ അത് പറഞ്ഞിട്ടുള്ളതാണ്. യോഹന്നാൻ എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ, അത് ഇംഗ്ലീഷിൽ വായിക്കുകയാണ്. ബിലോവ്ഡ്, ഐ വിഷ് എബവ് ഓൾ തിങ്സ് ദാറ്റ് ദോ മേസ്റ്റ് പ്രോസ്പർ ആൻഡ് ബി ഇൻ ഹെൽത്ത് ഈവൻ ആസ് ദ സോൾ പ്രോസ്പെറത്ത്. പ്രിയന്, നിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം. ഇവിടെയാണ് ഈ പ്രോസ്പെരിറ്റി തിയോളജി ആരംഭിച്ചത്. പ്രിയന്, നിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ. ഇംഗ്ലീഷിലാണെങ്കിൽ ഐ വിഷ് എബവ് ഓൾ തിങ്സ് ദാറ്റ് ദോ മേ പ്രോസ്പർ. ഇതാണ് ഞാൻ പറഞ്ഞ വക്കീൽ, ശരിയായ വക്കീൽ, വചനം അറിയുന്ന വക്കീലാണെങ്കിൽ തൻ്റെ കക്ഷിക്ക് വേണ്ടി വചനപ്രകാരം നിയമപ്രകാരം വാദിക്കും. ഇത് നിയമത്തിൻ്റെ ആന്തരികമായി അർത്ഥം മനസ്സിലാക്കാത്ത വക്കീലുമാരാണെങ്കിൽ വല്ലവിധേനയും വാദിക്കും, തൻ്റെ കക്ഷിയെ നരകത്തിൽ ശിക്ഷാർഹനാക്കി തീർക്കുകയും ചെയ്യും. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെ യേശു ക്രിസ്തു നിങ്ങൾക്ക് നീതിമാനായ കാര്യസ്ഥനാകണമെങ്കിൽ വളരെ ശുഷ്കാന്തിയോടുകൂടെ ക്രിസ്തുവിൽ വസിക്കുക. ആമേൻ. ക്രൂശിക്കപ്പെട്ടവനെ ക്രിസ്തുവിൻ്റെ സുവിശേഷം അനുസരിച്ചുകൊണ്ട് നിയമപ്പെട്ടകം വിശ്വാസിയായാലും അവിശ്വാസിയായാലും അവൻ്റെ മേൽ വിധിക്കുന്ന ശിക്ഷയെ മറയ്ക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് പകരമായി യാഗമായി തീർന്ന് ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിനാൽ മറയപ്പെട്ടാൽ നിങ്ങൾ പാപം ക്ഷമിച്ച് കിട്ടിയവരായിട്ടല്ല, യേശു ക്രിസ്തു ഒരു കാലത്തും പാപം ചെയ്യാതിരുന്നത് പോലെ നിങ്ങളും ഒരു കാലത്തും പാപം ചെയ്യാത്തവനായിട്ടാണ് ദൈവിക ഭരണകൂടം കണക്കെടുന്നത്. ഈ അനുഗ്രഹീതമായ അതിമഹത്തായ പ്രതിഫലം പ്രാപിക്കുവാനാണ് സുവിശേഷത്തിലൂടെ ഈ എളിയവർ നിങ്ങളെ വിളിക്കുന്നതും ദൈവത്തോട് നിരപ്പിരിക്കുന്നതിന് ആവശ്യമായ നിരപ്പിൻ്റെ ശുശ്രൂഷ ഏറ്റെടുത്തിരിക്കുന്നതും. അതിനാൽ ഈ വചനങ്ങളെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് പ്രൈസ് ദി ലോർഡ്. എന്നാൽ മറ്റൊരു വിഷയം പോസിറ്റീവായിട്ട് ചിന്തിക്കത്തക്കവണ്ണം, ഇപ്പോൾ 2 നെഗറ്റീവ് പോയിൻറ്റുകളാണ് പറഞ്ഞത്. ക്രിസ്തുവിൽ വസിച്ചില്ലെങ്കിലുള്ള, അല്ലെങ്കിൽ പെട്ടകത്തിന് അതിൻ്റെ ധാർമ്മികത ഇൻ്റഗ്രിറ്റി മാറ്റിയാലുള്ള അനർത്ഥം എന്താണെന്ന് ചിന്തിച്ചത്. എന്നാൽ ദൈവം വിളിച്ചിരിക്കുന്ന വ്യക്തികളുടെ മേൽ സേറ്റാനായവൻ പലപ്പോഴും കുറ്റാരോപണങ്ങൾ കൊണ്ടുവരും. അതിനകത്ത് വലിയ സന്തോഷമുള്ളവനാണവൻ. അതിൻ്റെ ഒരു വിഷയം നമുക്ക് ചിന്തിക്കാം. അതിനാണെങ്കിൽ സെക്കരിയ പ്രവചന പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1 തുടങ്ങിയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അനന്തരം അവൻ എനിക്ക് മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതൻ്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു തന്നു. യഹോവ സാത്താനോട്, സാത്താനെ, യഹോവ നിന്നെ ബത്സിക്കുന്നു. യെരൂശലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ ബത്സിക്കുന്നു. ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ എന്ന് കൽപ്പിച്ചു. എന്നാൽ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതൻ്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. അവൻ തൻ്റെ മുമ്പിൽ നിൽക്കുന്നവരോട് മുഷിഞ്ഞ വസ്ത്രം അവങ്കിൽ നിന്ന് നീക്കിക്കളവിൻ എന്ന് കൽപ്പിച്ചു. പിന്നെ അവനോട്, ഞാൻ നിൻ്റെ അകൃത്യം നിന്നിൽ നിന്ന് പോക്കിയിരിക്കുന്നു, നിന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കും എന്ന് അരുളി ചെയ്തു. അവൻ്റെ തലയിൽ വെടിപ്പുള്ള ഒരു മുടി വയ്ക്കട്ടെ എന്ന് അവൻ കൽപ്പിച്ചു. അങ്ങനെ അവർ അവൻ്റെ തലയിൽ വെടിപ്പുള്ള ഒരു മുടി വെച്ചു, അവനെ വസ്ത്രം ധരിപ്പിച്ചു. യഹോവയുടെ ദൂതനോ അടുക്കെ നിൽക്കുകയായിരുന്നു. യഹോവയുടെ ദൂതൻ യോശുവയോട് സാക്ഷീകരിച്ചതെന്തെന്നാൽ, സൈന്യങ്ങളിൽ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ എൻ്റെ വഴികളിൽ നടക്കുകയും എൻ്റെ കാര്യം നോക്കുകയും ചെയ്താൽ നീ എൻ്റെ ആലയത്തെ പരിപാലിക്കുകയും എൻ്റെ പ്രാകാരങ്ങളെ സൂക്ഷിക്കുകയും ഞാൻ നിനക്ക് ഈ നിൽക്കുന്നവരുടെ ഇടയിൽ ആഗമനം അനുവദിക്കുകയും ചെയ്യും. മഹാപുരോഹിതനായ യോശുവേ, നീയും നിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന നിൻ്റെ കൂട്ടുകാരും കേട്ടുകൊള്ളുവിൻ. അവർ അത്ഭുത ലക്ഷണ പുരുഷന്മാരല്ലോ. ഞാൻ എൻ്റെ ദാസനായ മൂള എന്നവനെ വരുത്തും. ഇവിടെ ബാബേൽ പ്രവാസത്തിൽ നിന്ന് തിരിച്ചു വന്നതായിട്ടുള്ള ജനത്തിൽ യോശുവയും ആമേൻ ഷേൽത്തേലിൻ്റെ മകനായ ഷെറുബാബേലും മോശയുടെ കൂടെ ഉണ്ടായിരുന്ന യോശുവയല്ല, തെറ്റിദ്ധരിക്കേണ്ട. ആലയം പണിയുന്ന സമയത്ത് ആലയം പണിയാൻ കടന്നു വരുമ്പോൾ ആമേൻ സേറ്റാനായവൻ യോശുവയ്ക്കെതിരായിക്കൊണ്ട് കുറ്റാരോപണം കൊണ്ടുവരികയാണ്. എന്തുകൊണ്ടാണ് ഇസ്രായേൽ മക്കൾ യഹൂദജനം ബാബേലിക്ക് പോകാൻ കാരണമായി തീർന്നത്? ദൈവത്തോട് വചനത്തോട് അനുസരണയൊക്കെ അടിച്ചതുകൊണ്ട് അവർ ബാലശിക്ഷ കൊടുത്ത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെക്കാളും അതികഠിനമായ നിയമമുള്ളതാണ് ബാബേൽ സാമ്രാജ്യം. അതിനേക്കാളും കഠിനമായതാണ്
പിൽക്കാലത്ത് വന്നതായിട്ടുള്ള സാമ്രാജ്യം മേദോ പേർഷ്യ. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഉള്ളിൽ നിലനിന്ന് അനുഗ്രഹങ്ങളും നന്മകളും പ്രാപിച്ചുകൊണ്ട് ദൈവത്തോട് ഒന്നായി ചേർന്ന് ദൈവികപ്രകാരം ചെയ്യുന്നത് തന്നെ വഴി തെറ്റിപ്പോയ ഇസ്രായേലിനെ ഒന്നുകൂടി പഠിപ്പിക്കാൻ വേണ്ടി ദൈവം അതിനോട് കുറച്ചും കൂടി കഠിനമായ നിയമമുള്ള രാജ്യത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു. ദൈവം ശിക്ഷിക്കാനല്ല, ഇതിനെയാണ് ബാലശിക്ഷ എന്ന് പറയുന്നത്. തിരിച്ചു കൊണ്ടുവന്നു. ഇതേപോലെ തന്നെയാണ് വിശ്വാസികളുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ തെറ്റ് ചെയ്തിട്ട് ബാബേൽ പ്രവാസത്തിലേക്ക് പോയി തിരിച്ചു വന്ന യോശുവ ആലയം പണിയാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ട് സേട്ടാനായവനെ കുറ്റാരോപിക്കുമ്പോഴാണ് യഹോവ ദൈവം നേരിട്ട് കയറി ഇടപെട്ട് പറയുന്നത്, ആമേ സ്തോത്രം, യഹോവ സാത്താനോട്, സാത്താനെ യഹോവ നിന്നെ ഭത്സിക്കുന്നു, യെരുശലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ ഭത്സിക്കുന്നു, ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ. ദൈവം തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയാണ്. ഇതുപോലെയാണ് ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന, ക്രിസ്തു വസിക്കുവാൻ തക്കവണ്ണം ഇടവന്ന ദൈവമക്കൾക്ക് വേണ്ടി ക്രിസ്തു നീതിമാനായ കാര്യസ്ഥനായിട്ട് വസിക്കുന്നത്. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷെ കണ്ടീഷൻ മാറുന്നില്ല. കണ്ടീഷൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇതാ 7-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, സൈന്യങ്ങളെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നീ എൻ്റെ വഴികളിൽ നടക്കുകയും എൻ്റെ കാര്യം നോക്കുകയും ചെയ്താൽ നീ എൻ്റെ ആലയത്തെ പരിപാലിക്കുകയും എൻ്റെ പ്രാകാരങ്ങൾ സൂക്ഷിക്കുകയും ഞാൻ നിനക്ക് ഈ നിൽക്കുന്നവരുടെ ഇടയിൽ ആഗമനം അനുവദിക്കുകയും ചെയ്യും. അപ്പോൾ രണ്ട് കാര്യങ്ങൾ, ദൈവത്തിൻ്റെ നിയമത്തെ മാറ്റുവാനുള്ള അനർത്ഥങ്ങൾ എന്തായിരിക്കും എന്ന് പറഞ്ഞ കൂട്ടത്തിൽ തന്നെ ദൈവത്തിൻ്റെ വഴികൾ നടക്കുവാൻ ക്രിസ്തു നമ്മുടെ രക്ഷയായി, നമ്മുടെ നീതീകരണമായി, നമ്മുടെ വീണ്ടെടുപ്പായി നമ്മൾ വസിക്കുകയാണെങ്കിൽ അവൻ നീതിമാനായ കാര്യസ്ഥനായിട്ട് എങ്ങനെ പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടെയാണ് പറഞ്ഞത്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നിൻ്റെ ഏറിയ കൃപകൾക്കായി സ്തോത്രം. കർത്താവേ, ഈ ശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും നീതിമാനായ കാര്യസ്ഥനായിരിക്കത്തക്കവണ്ണം നിൻ്റെ പ്രായശ്ചിത്തം ഹേതുവായി ജനത്തെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നോട് സദൃശ്യന്മാരായി തീരത്തക്കവണ്ണം നിന്നിൽ ഒരു പുതിയ സൃഷ്ടിയായി ദൈവത്തോട് നിരപ്പാൻ തക്കവണ്ണം സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു.